പ്രിയമുള്ളവരെ, ഈ സമയങ്ങൾ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങിയാണ്. ഇന്ന് മുഴുവൻ ആരുടെ വചനമാണോ ധ്യാനിച്ചത്, ആ ദൈവം തൻ്റെ ജീവിക്കുന്ന സാന്നിധ്യമായിട്ട് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വരുന്ന സമയമാണ്. നമുക്ക് ആ ഈശോയെ സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങാം. പരിശുദ്ധനും സത്യവാനും ആയിരുന്നവനും ആയിരിക്കുന്നവനും സർവശക്തനുമായ ദൈവം ഈ ആൾത്താരയിലേക്ക് കടന്നു വരുന്ന സമയമാണ്. നമുക്ക് ഹൃദയപൂർവ്വം ഒരുങ്ങാം. ഈശോന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ വേണ്ടി കടന്നു വരിക. ലൂക്കാസ് വിശേഷം 4 നമ്മൾ കേട്ടു. അവൻ ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കുന്ന ജീവിക്കുന്ന ദൈവമാണ്. ഹൃദയം തുറന്ന് നമ്മളൊന്ന് പ്രാർത്ഥിച്ചൊരുങ്ങുക. ദൈവമേ, അങ്ങയുടെ സാന്നിധ്യം എനിക്ക് അനുഭവവേദ്യമാകണം. നീ എനിക്ക് വേണ്ടി ഇന്ന് പ്രവർത്തിക്കണം. സങ്കീർത്തന വചനം നമ്മൾ ഓർക്കുന്നില്ലേ? നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുവശത്ത് ഉപവിഷ്ടനാവുക. നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുവശത്ത് ഉപവിഷ്ടനാകുക. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്ന തിന്മകളെ പരാജയപ്പെടുത്തുന്നത് നമ്മളുടെ മാനുഷികമായ പ്രയത്നങ്ങളല്ല, മറിച്ച് കാരുണ്യത്തിൻ്റെ മുമ്പിൽ നാം ശാന്തതയോടെ ഇരിക്കുമ്പോഴാണ് ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നമുക്ക് മുട്ടിന്മേൽ നിൽക്കാം. കണ്ണുകളടച്ച് കരങ്ങളൂപ്പി ഒന്ന് ചേർന്ന് പാടി ആരാധിച്ച് നമുക്ക് ഈശോയെ സ്നേഹപൂർവ്വം സ്വീകരിക്കാം. ആരാധിക്കാം, ആത്മാവിൽ ഞാൻ അണയുന്നു പ്രിയനേശുവേ. കനലാളുന്ന നേരം, കരൽ വാടുന്ന നേരം, കനിവോടെ ദിവ്യകാരുണ്യത്തിന് വണങ്ങാം. കാരുണ്യം നാം ഇതുവരെ തേടി അലഞ്ഞ കാരുണ്യം, അവനെ ആരാധിച്ചിടാം, കുമ്പിട്ടാരാധിച്ചിടാം, സ്തുതിയും സ്തോത്രവുമായി സന്നിധി പോകിടാം. 2 കരങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഉയർത്തി ഈ ആൾത്താരയിലേക്ക് ഇറങ്ങി വന്ന ജീവിക്കുന്ന ദൈവത്തെ കണ്ണു തുറന്ന് കണ്ട് കരമുയർത്തി യേശുവേന്ന് വിളിച്ചൊന്ന് ആരാധിക്കാമോ? അതരം തുറന്ന് ശബ്ദമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ വിളിക്കുക. യേശുവേ, 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 മക്കളെ, ഈശോ സത്യമായിട്ടും പരിശുദ്ധ കുർബാനയിൽ ഷാലോം ശുശ്രൂഷയോട് ചേർന്ന് ഈ രാത്രിയിൽ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരെയും കാണുവാനും തൊടുവാനും നമുക്ക് പരിശുദ്ധാത്മാവിനെ തരുന്നതിനു വേണ്ടിയാണ് ഈശോ സത്യമായിട്ടും ഈ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത്. നാം പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്ന ഒരു സമയമാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നൊരു സമയമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ
നമ്മളെല്ലാവരും ശക്തി പ്രാപിക്കുക. നമ്മുടെ രോഗബാധിതമായ കോശങ്ങള് അത് മാറി പുതിയ രൂപം കൊള്ളും. അതാണ് ആ ക്യാൻസർ രോഗിക്ക് സൗഖ്യം പ്രാപിച്ചത്. ആ ഇരുട്ട് വിട്ടുപോയപ്പോൾ അന്ന് വൈകുന്നേരം ആ അമ്മേനെ കൊണ്ടുവന്നിരിക്കുക. ഞാൻ പ്രസംഗത്തിൽ സൂചിപ്പിച്ച ആ അമ്മയുടെ നാവിൻ്റെ ക്യാൻസറാണ് കർത്താവ് എടുത്തു മാറ്റിയത്. ഈശോ ഏറ്റവും വലിയ ഡോക്ടറാണ് മക്കളെ. ഈശോ സൗഖ്യം തരുന്നത് പരിശുദ്ധാത്മാവിനെ വർഷിച്ചുകൊണ്ടാണ്. നിന്റെ സങ്കടങ്ങൾ ഏറ്റെടുക്കുന്നത് പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ടാണ്. നിന്റെ സമ്പത്തിൻ്റെ മേലുള്ള കുരുക്കഴിക്കുന്നത്, നിന്റെ കടബാധ്യതകൾ ഏറ്റെടുക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ്. ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഒരു 4 കുടുംബങ്ങളുടെ കടബാധ്യതകളുടെ മേൽ, അതിൽ 2 കുടുംബങ്ങൾ ആത്മഹത്യയുടെ വക്കത്താണ്. കുറച്ച് വലിയ വിടുതൽ കൊടുക്കുക. നമ്മുടെ ഈശോ ഭയങ്കര ശക്തനാ, നമ്മളൊത്തിരി സ്നേഹിക്കുന്ന ഈശോയാ. ഇത് പറഞ്ഞപ്പോൾ തന്നെ കടബാധ്യതരെ കർത്താവ് അനുഗ്രഹിക്കുന്നു. 2 കുടുംബങ്ങളെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കുകയും 3 കുടുംബങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുക. എൻ്റെ ഈശോ എങ്ങനെയാ നന്ദി പറയുക കർത്താവിന്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഇരുകരങ്ങൾ ഉയർത്തി ഒരു 2-3 മിനിറ്റ് നേരെ ഒന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാലോ? പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ചുകൊണ്ട് ഭയങ്കര ഒരു അനോയിന്റിങ്ങിന് വേണ്ടി, ഒരു അഭിഷേകത്തിന് വേണ്ടി, ഒരു പുതിയ കൃപ കിട്ടാനായിട്ട്, ഒരു പുതിയ പെന്തക്കോസ്ത സംഭവിക്കാൻ, സാത്താൻ നമ്മുടെ വീട്ടിൽ നിന്ന് വിട്ടുമാറാൻ വേണ്ടി സ്തുതിച്ച മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാച് വിട്ടുമാറട്ടെ, തടസ്സങ്ങൾ വിട്ടുമാറട്ടെ, തിന്മകൾ വിട്ടുമാറട്ടെ, രോഗങ്ങൾ വിട്ടുമാറട്ടെ, അപകടങ്ങൾ വിട്ടുമാറട്ടെ, ശത്രുദോഷം വിട്ടുമാറട്ടെ, കുടോത്ര ദോഷങ്ങൾ വിട്ടുമാറട്ടെ, വന്യജീവികളുടെ ശല്യങ്ങൾ വിട്ടുമാറട്ടെ, കലഹങ്ങൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടട്ടെ, പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടട്ടെ, ദൈവത്തിന്റെ ആത്മാവ് വർഷിക്കപ്പെടട്ടെ. ഒരു പുതിയ അറിവ് കിട്ടട്ടെ, ഒരു പുതിയ അനോയിന്റിംഗ് കിട്ടട്ടെ, ഒരു പുതിയ ശക്തി ലഭിക്കട്ടെ. ആ മാമോദീസയുടെ ശക്തി അതൊരിക്കൽ കൂടെ പ്രബലപ്പെടട്ടെ, അതൊരിക്കൽ കൂടെ ബലം പ്രാപിക്കട്ടെ. ആ ധൈര്യലേപനത്തിലൂടെ ലഭിച്ച പരിശുദ്ധാത്മാവ് ഒരിക്കൽ കൂടെ ഉജ്ജ്വലിക്കട്ടെ. ഹല്ലേലൂയ, കരങ്ങളടിച്ച് പാടിക്കുക. പാവ 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 റൂഹ 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 പാവ പാവ പാവ. പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടും കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, കരമൊന്ന് ഉയർത്തി അടിച്ച മക്കളെ. കരം താഴ്ത്തി അടിച്ചോ. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാ. എല്ലാ മക്കളും പാടിക്കേ. പരിശുദ്ധാത്മാവേ, കരങ്ങളടിച്ചോ മക്കളെ, കരങ്ങളടിച്ചോ. നമ്മുടെ വീട്, നമ്മുടെ പറമ്പ്, നമ്മുടെ മക്കള്, അവരുടെ പഠനങ്ങള്, എല്ലാ മേഖലകളിലേക്ക് ഹോളി സ്പിരിറ്റ് കടന്നു വരട്ടെ. പരിശുദ്ധ കുർബാനയിൽ നിന്ന് യേശുവിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ, പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. നമ്മളെല്ലാവരും ശക്തി പ്രാപിക്കട്ടെ, കൈക്കുഞ്ഞുങ്ങളിൽ ശക്തി പ്രാപിക്കട്ടെ, ശൈശവ സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ, തളവാദ രോഗങ്ങൾ വിട്ടുമാറട്ടെ, കുഞ്ഞുങ്ങളുടെ മേലുള്ള ദുഷ്ടാരൂപികൾ വിട്ടുമാറട്ടെ.
സീനായി മലമുകളിൽ ഒരു തീജ്വാല ഞാൻ കാണുന്നു. ഇസ്രായേലിൻ ദൈവമേ, ആ തീ എന്നിൽ ഇറക്കണമേ. പാടിക്ക മക്കളെ, എല്ലാരും പാടിക്കേ. താങ്ക് യു ജീസസ്. ഞങ്ങളുടെ തൊഴിൽ മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ. ഞങ്ങളുടെ ബിസിനസ് മേഖലകളിലേക്ക് കർത്താവ് കടന്നു വരട്ടെ. ഞങ്ങളുടെ കൃഷി മേഖലയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. അതിന്റെ കുറവുകളെല്ലാം നികത്തപ്പെടട്ടെ. ആ മേഖലയിലുള്ള ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. ആ സാമ്പത്തിക മേഖലയിലെ കുരുക്കൾ വിട്ടുമാറട്ടെ. ജോലിയില്ലാത്ത മക്കളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. ജോലി അന്വേഷിച്ച് മടുത്തിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. ഒരു പുതിയ ബന്ധക്കോസ്ത ലഭിക്കട്ടെ. വൈദികരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. മെത്രാന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. സന്യസ്തരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. ഒരിക്കൽ കൂടെ ഒരു വലിയ പെന്തക്കോസ്ത അനുഭവം ഉണ്ടാകട്ടെ. കേരള സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. കേരള സഭ അനുഗ്രഹിക്കപ്പെടട്ടെ. ആത്മാവിനാൽ നയിക്കപ്പെടട്ടെ. ആത്മാവിനാൽ നയിക്കപ്പെടട്ടെ. സഭ ആത്മാവിനാൽ നയിക്കപ്പെടട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടട്ടെ. പെന്തക്കോസ്ത അനുഭവം തരണേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. പെന്തക്കോസ്ത അനുഭവം തരണേ. പുതു സൃഷ്ടിയായി എന്നെ മാറ്റണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഭാഗിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ഭാഗിച്ചു നിന്നെ ഞാൻ തേടുന്നു. സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പഠന മേഖലകളെല്ലാം സമർപ്പിക്കുക. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം നന്നായിട്ട് പഠിക്കട്ടെ കർത്താവേ. അവർ നന്നായിട്ട് പ്രാർത്ഥിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധി ലഭിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഓർമ്മശക്തി ലഭിക്കട്ടെ കർത്താവേ. പഠിക്കാനുള്ള ആഗ്രഹം കിട്ടട്ടെ കർത്താവേ. പഠിച്ചവർ ഉന്നതങ്ങളിൽ എത്തട്ടെ കർത്താവേ. തടസ്സങ്ങളെല്ലാം മാറട്ടെ കർത്താവേ. അലസത വിട്ടുമാറട്ടെ കർത്താവേ. മയക്കുമരുന്നിന്റെ ഉപയോഗങ്ങൾ വിട്ടുമാറട്ടെ കർത്താവേ. മദ്യപാനത്തിന്റെ ഉപയോഗം ഞങ്ങളുടെ മക്കളിൽ നിന്ന് വിട്ടുമാറട്ടെ കർത്താവേ. പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മക്കൾ നിറയട്ടെ. നിറയട്ടെ, നിറയട്ടെ, ആത്മാവേ എന്നിൽ നിറയട്ടെ. നിറയട്ടെ, നിറയട്ടെ, ആത്മാവേ എന്നിൽ നിറയട്ടെ. നിറയട്ടെ, നിറഞ്ഞൊഴുകട്ടെ, ആത്മാവേ നിറഞ്ഞൊഴുകട്ടെ. നിറയട്ടെ, എന്നിൽ ഒഴുകട്ടെ, ആത്മാവേ നിറഞ്ഞൊഴുകട്ടെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ നിറയട്ടെ, എന്നിൽ നിറയട്ടെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ നിറയട്ടെ, നിറഞ്ഞൊഴുകട്ടെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ നിറയട്ടെ, നിറഞ്ഞൊഴുകട്ടെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ നിറയട്ടെ, നിറഞ്ഞൊഴുകട്ടെ. തീ പോലെ ഇറങ്ങണമേ. ആത്മാവായി പതിയണമേ. കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടും കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടും
യേശുവേ. എല്ലാവരും ശാന്തമായിട്ടിരുന്നേ മക്കളെ. എല്ലാ മക്കളും കർത്താവിനെ നോക്കിക്കേ. പരിശുദ്ധ കുർബാനയിൽ ഈശോ സത്യമായിട്ടും എഴുന്നള്ളി വന്നിരിക്കുക. ഈ രാത്രിയിൽ എഴുന്നള്ളി വന്നിരിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. നമ്മുടെ രോഗങ്ങൾ, നമ്മുടെ ആകുലതകൾ, നമ്മുടെ ഭയങ്ങൾ, നമ്മളെ ബാധിച്ച ഇരുട്ട്, നിരാശ, വിഷാദം, കലഹം, ആത്മഹത്യയുടെ ദുരാത്മാക്കൾ എല്ലാം ബന്ധിക്കാനും ശാസിക്കാനും ബഹിഷ്കരിക്കാനും നമ്മെല്ലാവരെയും പുതിയ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടെ നമുക്ക് ലഭിച്ച മാമോദീസയുടെയും സ്ഥൈര്യലേപനത്തിൻ്റെയും നമ്മൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഒരിക്കൽ കൂടെ ഉജ്ജ്വലിപ്പിക്കുന്ന അത്ഭുത നിമിഷമാണ്. ഈശോ ഇവിടെ സത്യമായിട്ട് എഴുന്നള്ളിയിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കാനാണ്. ആഗ്രഹിച്ച മക്കളെ, നിന്റെ കുടുംബത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. നിന്റെ മക്കളിലേക്ക് പരിശുദ്ധാത്മാവ് ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് എഴുന്നള്ളി വരട്ടെ. നിന്റെ വീടിന്റെ 4 അതിരുകളിലേക്ക്, നിന്റെ വീടിന്റെ 16 കോണുകളിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരട്ടെ. നിന്റെ ഭവനത്തെ ബാധിച്ച ഈ സകല വിധത്തിലുള്ള ബന്ധനങ്ങൾ അതെന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, കൂടോത്രത്തിൻ്റെയോ മന്ത്രവാദത്തിൻ്റെയോ സർപ്പദോഷത്തിൻ്റെയോ ശത്രുദോഷത്തിൻ്റെയോ, നിന്റെ പാപം മൂലം കടന്നു വന്ന, മദ്യപാനം മൂലം കടന്നു വന്ന, മയക്കുമരുന്ന് മൂലം കടന്നു വന്ന, വ്യഭിചാരം മൂലം കടന്നു വന്ന, തെറ്റായ ബന്ധങ്ങളിലൂടെ കടന്നു വന്ന, തെറ്റായ അറിവുകളിലൂടെ, പ്രമാണ ലംഘനങ്ങളിലൂടെ കടന്നു വന്ന എല്ലാ തടസ്സങ്ങള്, ബന്ധനങ്ങള് നീ ഇന്ന് വിശ്വസിച്ചാൽ, പരിശുദ്ധാത്മാവിനെ നീ സ്വീകരിച്ചാൽ നിന്നിൽ നിന്ന് വിട്ടുമാറും. നീ വിശ്വസിക്കുന്നുണ്ടോ? തൊഴിൽ മേഖലയിലെ തടസ്സങ്ങൾ, ജോലി കിട്ടാതെ വിഷമിക്കുന്നവർ, IELTS OET എക്സാമുകൾ എഴുതി കാത്തിരുന്ന് എങ്ങനെ പ്രാർത്ഥിക്കുക. 7 തവണ OET എക്സാം എഴുതിയിട്ടും ജയിക്കാത്ത 4 പേരെ കർത്താവ് ഇപ്പോൾ അവർക്ക് വിടുതൽ കൊടുക്കുക. ഈശോയെ കരങ്ങളടിച്ച് വിശ്വസിച്ച് 7 പ്രാവശ്യം എഴുതിയിട്ട് പാസ്സാകാത്ത പരീക്ഷ വിശ്വാസത്തോടെ ഈ ഒരു ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ തന്നെ വലിയ വിടുതൽ കിട്ടിയ വേറൊരു അനോയിന്റിങ് കർത്താവ് നൽകുന്നത് ചെവിയുടെ മേലുള്ള ഒരു ബന്ധനം കർത്താവ് എടുത്ത് മാറ്റുക. ചെവിയിലെ ചൊറിച്ചില്, ചെവിയില് പഴുപ്പ് വരുന്ന, കേൾവിക്കുറവുള്ള, ചെവിയിൽ വ്രണമുള്ള 4 പേരെ കർത്താവ് ഇപ്പോഴും വീണ്ടും 4 പേരെ കർത്താവ് കാണിച്ചിരുന്നു. 4 പേരെ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് ചെവിയുമായി ബന്ധപ്പെട്ട്. കരങ്ങളടിച്ച് ഈശോ ഏറ്റവും വലിയ ഡോക്ടറാ. പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടാണ് കർത്താവ് സൗഖ്യം കൊടുക്കുന്നത്. കർത്താവ് ഏറ്റവും വലിയ ഡോക്ടറാ. മക്കളെ വിശ്വസിക്കുന്നുണ്ടോ? ആ ഈശോയ്ക്ക് നിന്നെ സുഖപ്പെടുത്താൻ സാധിക്കും. നിന്റെ തലവേദന, നിന്റെ തലകറക്കം, നിന്റെ ഉറക്കമില്ലായ്മ, നിന്റെ തലചുറ്റല്, നിന്റെ തലയിലുള്ള കിരികിരിപ്പ്, നിന്റെ തലയുമായി ബന്ധപ്പെട്ട എല്ലാ പീഡകളും, ഒരു 117 പേരുടെ തലവേദന കർത്താവ് ഈ രാത്രിയിൽ എടുത്തു മാറ്റിയ വിശുദ്ധ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് 117 പേരുടെ വിട്ടു കുഞ്ഞുനാള് മുതലുള്ള തലവേദന, ഡോക്ടർ മരുന്ന് കഴിച്ചിട്ടും മാറാത്ത തലവേദന കർത്താവ് എടുത്തു മാറ്റുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവാണ് ഏറ്റവും വലിയ ഡോക്ടർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും എഴുന്നേറ്റിരുന്ന മക്കളെ, എല്ലാവരും എഴുന്നേറ്റിരുന്ന് 2 കരങ്ങളും തലയിലേക്ക് വെച്ച, 2 കരങ്ങൾ തലയിലേക്ക് വെച്ചോ. ഈ TV-യിൽ ഈ ശുശ്രൂഷ കാണുന്നവര്, സാധിക്കുന്നവരൊക്കെ തലയിൽ കരങ്ങൾ വെച്ച് തലയുമായി ബന്ധപ്പെട്ട മുഴകള്, ചൊറിഞ്ഞു പൊട്ടുന്ന അവസ്ഥ, മുടി കൊഴിച്ചില്, അലർജി രോഗങ്ങള്, തലയിലുള്ള സോറിയാസിന്റെ രോഗങ്ങള്, നീ വിശ്വസിച്ചാല് നിന്റെ വീട്ടിൽ ഇന്ന് അടയാളം സംഭവിക്കും. വിശ്വസിച്ചാല് അടയാളം. ഞാൻ വിശ്വസിച്ചപ്പോഴും മരിച്ച എൻ്റെ അമ്മ ഉയർത്തെഴുന്നേറ്റു. ഒരു പാവപ്പെട്ട മരുമകള് വിശ്വസിച്ചപ്പോഴ് ആ വീട്ടിൽ നിന്ന് ഇരുള് മാറുകയും വ്രണം ബാധിച്ച നാവ് സുഖപ്പെട്ട കാര്യം ഞാൻ നിങ്ങളോട് പറയുകയുണ്ടായി. അപ്പൊ നിന്റെ തലവേദനകളെ കർത്താവ് എടുത്ത് മാറ്റുകയാ. പറഞ്ഞേ ആമേൻ. അല്ല, അഭിഷേകത്തോടെ പറഞ്ഞേ ആമേൻ. നിന്റെ തലകറക്കം വിട്ടുമാറുന്നു.
ആമേൻ. ആമേൻ. അല്ല, അഭിഷേകത്തോടെ പറഞ്ഞേ ആമേൻ. ആമേൻ. നിന്റെ തലയിലെ ചൊറിച്ചിൽ വിട്ടുമാറുന്നു. ആമേൻ. നിനക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥകൾ എടുത്തു മാറ്റുന്നു. ആമേൻ. ഓർമ്മക്കുറവുകൾ വിട്ടുമാറുന്നു. ആമേൻ. തല അടിച്ചു വീണ് പരിക്ക് പറ്റി വേദന വിട്ടുമാറാതിരിക്കുന്ന ആ വേദനകൾ കർത്താവ് എടുത്തു മാറ്റുന്നു. ആമേൻ. ഇത് പറയുമ്പോൾ തന്നെ തലയുടെ വലത് ഭാഗത്തുള്ള ഒരു മുഴ കർത്താവ് ചുരുക്കി കളയുന്നു. നിങ്ങൾ സാക്ഷ്യം നൽകുമെന്ന് പറഞ്ഞ് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ തലയിലെ മുഴകൾ ചുരുങ്ങി പോകുന്നതായിട്ട് അനുഭവപ്പെടുക. പറഞ്ഞേ ആമേൻ. അഭിഷേകത്തോടെ പറഞ്ഞേ ആമേൻ. ഏറ്റവും വലിയ ഡോക്ടർ നിങ്ങളെ തൊടട്ടെ. പറഞ്ഞേ ആമേൻ. ഏറ്റവും വലിയ ഡോക്ടർ നിങ്ങളെ സുഖപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സൗഖ്യം നൽകട്ടെ. നിങ്ങളുടെ തലയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ കർത്താവ് എടുത്തു മാറ്റട്ടെ. അത്യുന്നതന്റെ ശക്തി നിങ്ങളുടെ മേൽ എഴുന്നള്ളി വരട്ടെ. ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ നെഞ്ചിലേക്ക് വെച്ച മക്കളെ, രണ്ട് കരങ്ങൾ നെഞ്ചിലേക്ക് വെച്ചുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് കണ്ണുകളെ കാണിച്ചു തരിക. കണ്ണുകൾ, പ്രത്യേകിച്ച് ഇടത് കണ്ണ്, അസുഖം ബാധിച്ച ഇടത് കണ്ണിലുള്ള രോഗത്തെ കർത്താവ് എടുത്തു മാറ്റുന്നുണ്ട്. 4 പേർക്കാണ് വീണ്ടും സൗഖ്യം കർത്താവ് കൊടുക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ 4 കാണിക്കുന്നത് എനിക്കറിയില്ല. ഈശോ കാണി 4 പേരുടെ ഇടത് കണ്ണുകളെ കർത്താവ് സുഖപ്പെടുത്തിയ. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. നമ്മുടെ ആ കരം ഒന്നെടുത്ത് ആ ഇടത് കണ്ണിലൊന്ന് തൊട്ടെ, ഇടത് കണ്ണിലൊന്ന് കരം കൊണ്ട് തൊട്ടെ. ഇടത് കണ്ണ് സൗഖ്യം പ്രാപിക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. ഇത് വലത് കൈ കൊണ്ട് നമ്മുടെ വലത് കണ്ണും തൊട്ടെ, വലത് കണ്ണ് സൗഖ്യം പ്രാപിക്കട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. വലത് കണ്ണിന്റെ രോഗങ്ങൾ വിട്ടുമാറട്ടെ, കാഴ്ചക്കുറവുകൾ വിട്ടുമാറട്ടെ, സർജറി ചെയ്യുമ്പോൾ സൗഖ്യം ലഭിക്കട്ടെ. കർത്താവാണ് ഏറ്റവും വലിയ ഡോക്ടർ. ഈശോ നിന്റെ കണ്ണുകളെ സുഖപ്പെടുത്തുന്നു. വിശ്വസിക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ സൗഖ്യം കിട്ടുന്നു. വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് സൗഖ്യം കിട്ടുന്നു. നിന്റെ ചെവികളെ ഒന്ന് സ്പർശിച്ച്, ചെവികളെ വേണമെങ്കിൽ ചൂണ്ടുവിരൽ കൊണ്ട് ആ ചെവിയിലൊന്നിട്ട് ചെവിയുമായി ബന്ധപ്പെട്ട എല്ലാ രോഗങ്ങളും ഈ രാത്രിയിൽ കർത്താവ് എടുത്തു മാറ്റിയ. ചെകിടന് കേൾവിശക്തി കൊടുത്ത കർത്താവാണ് നമ്മുടെ കർത്താവ്. പറഞ്ഞ ഹല്ലേലൂയ. ചെകിടന് കേൾവിശക്തി കൊടുത്ത കർത്താവാണ് നമ്മുടെ കർത്താവ്. നിന്റെ ചെവികളെ കർത്താവ് സുഖപ്പെടുത്തുന്നു. നിന്റെ ചെവികളുടെ രോഗങ്ങൾ കർത്താവ് എടുത്തു മാറ്റുന്നു. നിന്റെ ചെവി വേദന കർത്താവ് എടുത്തു മാറ്റുന്നു. ഈ രാത്രി അത്ഭുതങ്ങളുടെ രാത്രിയാണ്. ഇത് അഭിഷേകത്തിന്റെ രാത്രിയാണ്. നിന്റെ ചെവികളെ കർത്താവ് സുഖപ്പെടുത്തുന്ന രാത്രിയാണ്. 15 പേരെ കർത്താവ് സുഖപ്പെടുത്തിയ. 15 പേരെ കർത്താവ് അത്ഭുതകരമായിട്ട് സുഖപ്പെടുത്തുന്ന മക്കളെ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിച്ചാല് നീ നിന്റെ കുടുംബങ്ങളും അടയാളങ്ങൾ ദർശിക്കും മക്കളെ. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ അടയാളങ്ങൾ കണ്ടതാ. എത്രയോ മക്കളെയാണ് കർത്താവ് സുഖപ്പെടുത്തുന്നത്. എത്രയോ ക്യാൻസർ രോഗികളെയാണ് കർത്താവ് സുഖപ്പെടുത്തുന്നത്. നമ്മുടെ ബെന്നി സാറ് ആ ശ്വാസം മുട്ടൽ രോഗത്തെ സമർപ്പിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ ഞാൻ ആ സൈഡിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഇന്ന് അനവധി ഈ ശ്വാസം മുട്ടല് അപസ്മാരമുള്ള രോഗികളെ കർത്താവ് സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. 2 കരങ്ങൾ നെഞ്ചിന്റെ ഭാഗത്തേക്ക് വെച്ച് ശ്വാസം മുട്ടല് ഈശോ സുഖപ്പെടുത്തട്ടെ. പറഞ്ഞ ഹല്ലേലൂയ. യേശുവാണ് ഏറ്റവും വലിയ ഡോക്ടർ. ആ ഈശോ നിന്റെ ശ്വാസകോശത്തെ സ്പർശിക്കട്ടെ. ശ്വാസ തടസ്സം എടുത്തു മാറ്റട്ടെ. വർഷങ്ങളുടെ പഴക്കമുള്ള ശ്വാസ തടസ്സങ്ങൾ യേശു നാമത്തിൽ വിട്ടുമാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആ ശ്വാസ തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. അപസ്മാരത്തെ ബന്ധിക്കുന്നു, അപസ്മാരത്തെ ശാസിക്കുന്നു, അപസ്മാരത്തെ ആട്ടിപ്പായിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ച മക്കളെ, 2 കരങ്ങൾ. നിന്റെ ശരീരത്തിൽ ഏത് രോഗമാണ് വിട്ടുമാറേണ്ടത് ആ രോഗങ്ങളൊന്ന് സമർപ്പിച്ച്. ക്യാൻസർ രോഗമാണോ, ട്യൂമറാണോ, ചൊറിച്ചിലാണോ, അലർജിയാണോ, ജലദോഷമാണോ, നട്ടെല്ലിന്റെ വേദനയാണോ, വയറുവേദനയാണോ, ഉദര സംബന്ധമായ രോഗങ്ങളാണോ, മൂത്രത്തിലെ കല്ലാണോ, പാൻക്രിയാസിന്റെ രോഗങ്ങൾ, ലിവർ രോഗങ്ങളാണോ, ഏത് രോഗങ്ങളാണെങ്കിലും കർത്താവിന് സമർപ്പിച്ച് പെന്തക്കോസ്തയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ആദിമ ക്രൈസ്തവ സഭ
അനുഭവിച്ച അതേ അനോയിന്റിങ് അനവധിയായ രോഗശാന്തികളിലൂടെ കർത്താവിന്റെ മഹത്വം വെളിപ്പെട്ടതാണ്. ഒന്ന് എല്ലാവരും ശരീരത്തിലെ എല്ലാ രോഗങ്ങളും സമർപ്പിച്ചൊന്ന് സ്തുതിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, പൊട്ടിയ എല്ലുകൾ നേരെയാകട്ടെ. കർത്താവേ, ശരീരവേദനകൾ നേരെയാകട്ടെ. കർത്താവേ, നട്ടെല്ലിന്റെ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ. ഉദര സംബന്ധമായ രോഗങ്ങൾ വിട്ടുമാറട്ടെ. വയറ്റിലെ മുഴകൾ ചുരുങ്ങി പോകട്ടെ. ഗർഭപാത്രത്തിലെ രോഗങ്ങൾ വിട്ടുമാറട്ടെ. അടിവയറ്റിലെ വേദനകൾ വിട്ടുമാറട്ടെ. അകാരണ ഭയങ്ങൾ വിട്ടുമാറട്ടെ. അകാരണ ദുഃഖങ്ങൾ വിട്ടുമാറട്ടെ. ശാരീരികമായ അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ. തിന്മയുടെ സ്വാധീനങ്ങൾ വിട്ടുമാറട്ടെ. ശരീരത്തിലെ കെട്ടുകൾ വിട്ടുമാറട്ടെ. ഉണങ്ങാത്ത മുറിവുകൾ ഉണങ്ങപ്പെടട്ടെ. അത്ഭുതം നടക്കട്ടെ കർത്താവേ. ഈ രാത്രിയിൽ അത്ഭുതം നടക്കട്ടെ കർത്താവേ. നീയാണ് ഏറ്റവും വലിയ ഡോക്ടർ കർത്താവേ. നിന്റെ നാമത്താൽ സൗഖ്യം ലഭിക്കട്ടെ. രോഗങ്ങൾ വിട്ടുമാറട്ടെ. തളർച്ചകൾ വിട്ടുമാറട്ടെ. അസ്വസ്ഥതകൾ വിട്ടുമാറട്ടെ. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ വിട്ടുമാറട്ടെ. നിരന്തരമുള്ള രോഗപീഠകൾ വിട്ടുമാറട്ടെ. തുമ്മല്, ചുമ, അലർജികൾ വിട്ടുമാറട്ടെ. കഫക്കെട്ടുകൾ വിട്ടുമാറട്ടെ. നിരന്തരമുള്ള പനി വിട്ടുമാറട്ടെ. പകർച്ചവ്യാധികൾ വിട്ടുമാറട്ടെ. ഹല്ലേലൂയ 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 ഹലേ ഹല 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 ഹല. സൗഖ്യത്തിന് വേണ്ടി സൗഖ്യത്തിന് വേണ്ടി പാടി പ്രാർത്ഥിക്കുന്നു. സുഖമാക്കണേ സുഖമാക്കണേ ഈശോയെ സുഖമാക്കണേ. പാടിക്ക മക്കളെല്ലാവരും ഒന്ന് പാടിക്കേ. സുഖമാക്കണമേ ഈശോ. ശാലോം ലോകം മുഴുവനുള്ള ശാലോ ശുശ്രൂഷകർ സൗഖ്യം പ്രാപിക്കട്ടെ. ഒരിക്കൽ കൂടെ ഈശോയുടെ നേരെ കരങ്ങൾ നീട്ടിക്കൊണ്ടെന്ന് പാടിക്ക മക്കളെ. ഈശോയുടെ നേരെ കരങ്ങൾ നീട്ടി പിടിച്ച് താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഫോർ ദിസ് പവർഫുൾ ഹീലിംഗ്, താങ്ക് യു ഫോർ ദിസ് ഗ്രേറ്റ് മിനിസ്ട്രി, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. സൗഖ്യത്തിന്റെ നാഥൻ, ഏറ്റവും വലിയ ഡോക്ടർ ഈശോ നിന്നെ സുഖപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരും മുട്ടുകുത്തി നിന്ന്, എല്ലാവരും മുട്ടുകുത്തി നിൽക്കുന്നു. നമ്മളൊരു ഡെലിവറൻസിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയാണ്. നമ്മുടെ കുടുംബത്തെ ബാധിച്ച സാത്താൻ, നമ്മുടെ കുടുംബത്തെ ബാധിച്ച കൂടോത്രം, മന്ത്രവാദം, ആഭിചാരം, ദുഷ്ടാരൂപികൾ, സർപ്പദോഷങ്ങൾ എല്ലാം യേശു നാമത്തിൽ വിട്ടുമാറണം. നമ്മുടെ കുടുംബത്തെ ബാധിച്ച ആദിവ്യാധികളും പീഡകളും പാപവാസനകളും ഉണ്ടാക്കുന്ന എല്ലാ പ്രകൃതി വിരുദ്ധ ശക്തികളെ ബന്ധിക്കപ്പെടണം എന്ന് ഏറ്റുപറഞ്ഞ കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, അവിടുന്ന് പരിശുദ്ധ കുർബാനയിൽ ഇന്ന് എഴുന്നള്ളി വന്നിരിക്കുന്നത് എന്നെയും എന്റെ കുടുംബത്തെയും ബാധിച്ചിരിക്കുന്ന എല്ലാവിധ തിന്മകളെയും ഈ വൈദികന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്താൽ കത്തോലിക്ക സഭയുടെ നാമത്താൽ പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ ബന്ധിക്കാനും ശാസിക്കാനും ബഹിഷ്കരിക്കാനുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഈശോയെ, ഈശോയെ, പരിശുദ്ധാത്മാവിന് നൽകി ഈ വൈദികനെ ശക്തിപ്പെടുത്തണമേ. ഏറ്റുപറഞ്ഞ് പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, അന്ധകാര സേനകളെ, തിന്മയുടെ ആധിപത്യങ്ങളെ എന്റെ ജീവിതത്തിൽ ആദിവ്യാധികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും പാപവാസനകൾ ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവശദോഷങ്ങളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്താൽ ഈ വൈദികനോട് ചേർന്ന് നിന്ന് നിങ്ങളെ യേശുനാമത്തിൽ ബന്ധിക്കുന്നു, യേശുനാമത്തിൽ ശാസിക്കുന്നു, യേശുനാമത്തിൽ ബഹിഷ്കരിക്കുന്നു. എന്റെ മനസ്സിനെയോ എന്റെ ആത്മാവിനെയോ എന്റെ ജീവിതത്തെയോ എന്റെ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും
രോഗപീഠകളിൽ നിന്നും മനസ്സിൽ ദുശ്ചിന്തകളും ശരീരത്തിൽ രോഗങ്ങളും വരുത്തുന്ന ആത്മാവിൽ ദുരാഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളോട് യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. എന്നെ വിട്ടുപോകാൻ, എന്റെ കുടുംബത്തെ വിട്ടുപോകാൻ യേശു നാമത്തിന്റെ ശക്തിയാൽ ഞാൻ കൽപ്പിക്കുന്നു. കർത്താവായ യേശുവിന്റെ പുരുഷന്റെ പാദങ്ങളിലേക്ക് നിങ്ങളെ ആട്ടിപ്പായിക്കുന്നു. എന്റെ കുടുംബത്തില് കലഹങ്ങളും തെറ്റായ ബന്ധങ്ങളും തെറ്റായ ബോധ്യങ്ങളും മദ്യപാന ബന്ധനങ്ങളും ആവിചാര ബന്ധനങ്ങളും കൂടോത്ര ബന്ധനങ്ങളും കലഹത്തിന്റെ ദുരാത്മാക്കളെയും ആത്മഹത്യയുടെ ദുരാത്മാക്കളെയും എന്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരുന്ന എല്ലാ പൈശാചിക ശക്തികളെയും യേശു നാമത്തിന്റെ ശക്തിയാണ്. ഞങ്ങൾക്ക് വേണ്ടി മരിച്ച, ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ, ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ കർത്താവായ യേശുവിന്റെ പുരുഷൻ ചുവട്ടിലേക്ക് ആട്ടിപ്പായിക്കുന്നു. എന്റെ കൃഷിയിടങ്ങളിൽ നിന്ന്, എന്റെ വരുമാന മാർഗങ്ങളിൽ നിന്ന്, എന്റെ തൊഴിൽ മേഖലകളിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ യേശു നാമത്തില് കൽപ്പിക്കുന്നു. തൊഴിൽ തടസ്സങ്ങള്, കല്യാണ തടസ്സങ്ങള്, കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകള്, ഭവനമില്ലാത്ത അവസ്ഥകള്, തൊഴിൽ മേഖലയിലെ നിരന്തരമായ ബന്ധനങ്ങള് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആ തിന്മകളെ ബഹിഷ്കരിക്കുന്നു. ആ തിന്മകളെ ശാസിക്കുന്നു. ബന്ധനം അഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യേശു നാമത്തിന്റെ ശക്തിയാൽ ആട്ടിപ്പായിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോ 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 എന്ന് വിളിച്ച മക്കളെ ഈശോയെ വിളിച്ച Spirito Santo, Spirito Santo, Santissima Trinità, Vergine Immacolata, Angeli Arcangeli e Santi del Paradiso, scende Gesù di questa popolo, fondici Signore, plasmaci Signore, riempici Signore, usaci Signore, caccia via da loro le forze del male, annientale, distruggere, perché questo popolo possono stare bene e operare bene. Caccia via da loro i malfaci, le stregonerie, la magia nera, la messa nera, le fatture, le legature, la maledizione, il malocchio, l'infestazione diabolica, l'ossessione diabolica, la possessione diabolica, tutto ciò che è male, peccato, invidia, gelosia, rabbia, angoscia, disperazione, brucia tutti questi mali nell'inferno, perché non avviene mai più toccare loro e nessun altro creatura del mondo. Ordino e comando con la forza di Dio Onnipotente. എനിക്ക് ലഭിച്ച എന്റെ പൗരോഹിത്യത്തിന്റെ അധികാരത്തെ in the name of my priest I command every spirit of evil to depart from you. എല്ലാ തിന്മകൾ വിട്ടുമാറി പരിശുദ്ധാത്മാവിന്റെ പുതിയ anointing, പുതിയ അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതിച്ചുകൊണ്ടിരുന്നു the name of Jesus, the name of Jesus, the name of Jesus, holy power, the name of Jesus, bless the name of Jesus. നിങ്ങളുടെ ഭവനങ്ങളെല്ലാം ആശീർവദിക്കപ്പെടട്ടെ. the name of Jesus, holy power, bless the name of Jesus. അത്ഭുതകരമായ വിടുതൽ ലഭിക്കട്ടെ. തിന്മകൾ സാത്താൻ വിട്ടുമാറട്ടെ. the name of Jesus, അത്ഭുത ശക്തി, holy power, bless the name of Jesus, bless in the name of Jesus, bless in the name of Jesus, holy power, bless the name of Jesus. അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ. in the name of Jesus, holy power, bless the name of Jesus,
Jesus. In the name of Jesus. Power, power, power. In the name of Jesus. Power. എല്ലാ രോഗങ്ങള്, ബാധകള്, തിന്മകള്, സാത്താന്റെ ആധിപത്യങ്ങള്, പൈശാചിക പീഡകള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. പൈശാചിക ബന്ധനങ്ങള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ. റപ്പ 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 റപ്പ. യേശുവിൻ വചനമിതാ, വിടുതലിൻ വചനമിതാ, സൗഖ്യത്തിൻ വചനമിതാ, സർവശക്തന്റെ എഴുന്നേറ്റ് കരങ്ങളടിച്ചോ. യേശുവിൻ വചനമിതാ, സന്തോഷത്തോടെ കരങ്ങളടിച്ചോ. സന്തോഷത്തോടെ. താങ്ക് യു ജീസസ്. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ, ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ, വിടുതൽ വിടുതൽ യേശുവിൻ വിടുതൽ, സ്വർഗം തുറന്നിടട്ടെ. കരങ്ങൾ ഉയർത്തി അടിച്ചോ. വിടുതൽ വിടുതൽ യേശുവിൻ വിടുതൽ, സ്വർഗം തുറന്നിടട്ടെ. യേശുവേ. പാപബന്ധനം തകരട്ടെ, ദോഷങ്ങൾ മാറിടട്ടെ. Satana via dalla vita di questa popolo. Io ti dico nel nome di Gesù. Satana vai via dalla vita di questo popolo. Deliverance them, Lord. യേശു നാമത്തിന്റെ ശക്തി. ബന്ധനം തകരട്ടെ, അഭിഷേകം നിറയട്ടെ. പാടിക്ക മക്കളെ, പാടിക്കേ. ബന്ധനം തകരട്ടെ, അഭിഷേകം, അഭിഷേകം നിറയട്ടെ. പുതിയ അഭിഷേകം. വിടുതൽ യേശുവിൻ വിടുതൽ, സ്വർഗം തുറന്നിടട്ടെ. വിടുതൽ വിടുതൽ യേശുവിൻ വിടുതൽ, സ്വർഗം തുറന്നിടട്ടെ. കടബാധ്യതകൾ, തകർച്ചകൾ, കൃഷിനാശം, തൊഴിൽ പരാജയം, വിയോലി വിവാഹ തടസ്സങ്ങൾ യേശുവിൻ നാമത്തിൽ മാറിടട്ടെ. Come sorgente della misericordia per noi. Confidiamo in te Gesù. Confidiamo in te Gesù. കർത്താവേ, ഞങ്ങളങ്ങിൽ ആശ്രയിക്കുന്നു. Confidiamo in te Gesù. Confidiamo in te Gesù. അഭിഷേകം നിറയട്ടെ, വിടുതൽ വിടുതൽ യേശുവിൻ വിടുതൽ, സ്വർഗം തുറന്നിടട്ടെ. 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 വിടുതൽ Power anointing, power anointing, power anointing. ഒരു പുതിയ ശക്തി, പുതിയൊരു anointing, പുതിയൊരു അഭിഷേകം. കരങ്ങൾ വീശി ഈശോയ്ക്ക്, കരങ്ങൾ വീശി നന്ദി പറഞ്ഞുകൊണ്ട്, നന്ദി പറഞ്ഞ ഈശോയ്ക്ക് കരങ്ങൾ വീശി. Thank you Jesus, thank you Jesus, thank you for this wonderful blessing Lord. Thank you Lord, thank you Jesus, you are our Savior Lord. Thank you Jesus, thank you Jesus, thank you Jesus. Thank you Jesus. എല്ലാവരും മുട്ടുകുത്തി നിന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
രണ്ട് കരങ്ങളും ദിവികാരന്റെ സന്നദ്ധിയിലേക്ക് ഉയർത്തി ഈശോയേന്ന് ഹൃദയം നുറുങ്ങി വിളിച്ച് അനുഗ്രഹ ആശീർവാദത്തെ സ്വന്തമാക്കി ഈശോ യേശുവേ ഈശോ യേശുവേ ഈശോയേ യേശുവേ ആരാധന ഈശോ ഈശോയേ ആരാധന പരിശുദ്ധ പരമാ ദിവികാരുണ്യ ഈശോയ്ക്ക് ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക് പുതിയൊരു അഭിഷേകത്താൽ ഞങ്ങളെ ഉണർത്തിയ പരിശുദ്ധ പരമ ദിവികാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവമേ നിൻ മഹസ്നേഹമതിൻ വിധമാർക്കു ചിന്തിച്ചറിയാം.